വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ഇപ്പം ഞാൻ റെഡിയായി നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ഒരു ദിവസത്തേക്ക് ആയതുകൊണ്ട് തന്നെ കൈ കിട്ടിയ 2 ഡ്രസ്സും എടുത്ത് ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ റെഡിയായി. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ ഒരു തൊല്ലോട്ടോ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് നമ്മൾ പോയില്ല. അവസാനമായിട്ട് നമ്മൾ പോകുന്ന ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് പോയത്. ഇപ്രാവശ്യം കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാണ്ടെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും അമ്മയും ഉണ്ണിയും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോകണമെന്ന് മനസ്സിലായിട്ട് ഒരാളത് ഇവിടെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ അവർ അതൊരു അപ്പ് നോക്കിക്കോളാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഓട്ടോയൊക്കെ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ട, അമ്മ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അമ്മ അപ്പവും കറിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്കും ഉണ്ണിക്കും വേണ്ടിയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ച് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോയത്. പെട്ടെന്ന് തീരുമാനിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് റിസർവ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്ക് ട്രെയിനിനെക്കാട്ടിലും കൂടുതൽ ബസ്സാണ് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 3 പേർക്ക് അടുത്തടുത്ത് തന്നെയാണ് സീറ്റൊക്കെ കിട്ടിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഏകദേശം ഒരു 4 കാലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അവിടോട്ട് എത്തി കേട്ടോ. പിന്നെ നേരെ ചെന്ന് കിടന്ന് ഉറങ്ങി വീട്ടിൽ. പിറ്റേ ദിവസം രാവിലെ തേണിച്ച് റെഡി ആയിട്ടോ ചേച്ചിയുടെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ വെച്ചിരിക്കുന്ന പൊട്ടുണ്ണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാറ്റാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ. അങ്ങനെ ഞാനും അമ്മ ഉണ്ണിയൊക്കെ റെഡിയായി. നമ്മളിവിടെ ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിലോട്ട് ചെന്നത്. അവിടെ ചെന്നപ്പോൾ ചേച്ചി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് നടത്തിയ ഒരു കുഞ്ഞ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം സായിക്കുട്ടൻ. സായി വേദിക്കുന്നതാണ് കേട്ടോ അവരുടെ പേര്. അവനെ റെഡിയാക്കുന്ന തിരക്കിലാണ് ദേ ചേച്ചി. അപ്പോൾ ഇതാണ് കേട്ടോ മൂത്ത വാവ. ഞാൻ ഇപ്പോഴാണ് വാവനെ കാണുന്നത്. പ്രസവിച്ചപ്പോഴും നൂലെട്ടിനൊന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളെ എടുത്ത് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതിനുശേഷം എൻ്റെ അടുത്താണ് കരി എഴുതി കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പം കരിയൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും അച്ഛനും അച്ഛമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ്. ഏകദേശം ഒരു 10:30 ഒക്കെ തന്നെ ഫംഗ്ഷനും സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ നൂലെട്ട് നമ്മുടെ കാട്ടിലും നല്ല ഡിഫറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നൂലെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാതും കുത്താറുണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അങ്ങനെ പിന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നൂലെട്ടും കാതുകുത്തും എല്ലാം കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കുറേ നേരം. അവൻ കരഞ്ഞൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിൽ ഒരാളുടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ AC ഇട്ടിട്ടുള്ളത് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ മൂടി പുതച്ചിങ്ങനെ ഒരു ഉണ്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ മാമൻ്റെ വീട്ടിലോട്ടാണ് ചെന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞ് മാമ ഇപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് റെഡിയായി. നമുക്ക് 6:30 ഇവിടെ ട്രെയിൻ ഉള്ളത്. പകുതി ദൂരം അച്ഛമ്മ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. പിന്നെ എൻ്റെ അടുത്ത് സീരിയസ് ആയിട്ട് എന്തൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 12:30 നമ്മൾ ഇങ്ങോട്ട് റീച്ച് ആയത്.